കർഷകർ അനുഭവിക്കുന്ന ദുരവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നതിനാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിജീവന യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. യാത്രയ്ക്കിന്ന് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ സ്വീകരണം നൽകി. രാവിലെ 9:30 താമരശ്ശേരിയിൽ പ്രവേശിച്ച വാഹനജാഥയുടെ രൂപതാതല ഉദ്ഘാടനം താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമീജിയൂസ് ഇഞ്ചനാരിയിൽ നിർവഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളാംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ബിജു പറയനിലമാണ് ജാഥ ക്യാപ്റ്റൻ. കർഷകർക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന യാത്രയാണ് ഇതെന്ന് ജാഥയുടെ രൂപതാതല ഉദ്ഘാടനം നടത്തവെ താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമീജിയൂസ് ഇഞ്ചനാനിയിൽ ചൂണ്ടിക്കാട്ടി. ഒപ്പം കർഷകരുടെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലെ മുഖ്യശത്രു വനംവകുപ്പാണെന്നും മാർ റെമീജിയൂസ് ഇഞ്ചനാനിയിൽ കുറ്റപ്പെടുത്തി. നമ്മുടെ അതിജീവനത്തിലുള്ള പോരാട്ടത്തിൽ മുഖ്യശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് വനംവകുപ്പ് തന്നെയാണെന്ന് കൃത്യതയോടുകൂടി നമുക്ക് പറയുവാൻ സാധിക്കും. ഈ മലബാറിലേക്കുള്ള കുടിയേറ്റം നമുക്ക് സാധിച്ചത് അന്ന് വനം വകുപ്പ് സജീവമല്ലാതിരുന്നതുകൊണ്ട്. അന്ന് നമ്മളിവിടെ കുടിയേറിയപ്പോൾ വനമൊന്നും ആരും കയ്യേറിയിട്ടില്ല. വനം കയ്യേറിയെന്ന് ഉദ്യോഗസ്ഥരാണ് നമ്മെ കുറ്റപ്പെടുത്തുക. നമുക്കറിയാം ഇവിടെയുള്ളവർ ആരാണ് വനം കയ്യേറിയതെന്ന്. ഇവിടെ എല്ലാം നമ്മൾ പണം കൊടുത്തു തന്നെയാണ് ഈ സ്ഥലങ്ങളെല്ലാം വാങ്ങുകയും അതിജീവനത്തിലുള്ള ജീവിക്കുവാനുള്ള നമ്മുടെ അവകാശം ഉറപ്പിക്കുകയും ചെയ്തത്. അന്ന് നമുക്ക് ഈ ആനയ്ക്കെതിരെയും കാട്ടുപോത്തിനെതിരെയും കടുവയ്ക്കെതിരെയും പോരാടാൻ നമുക്ക് ശക്തിയുണ്ടായിരുന്നു, ത്രാണിയുണ്ടായിരുന്നു. എന്നാൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റം നമ്മുടെ ഈ അതിജീവനത്തിലുള്ള നമുക്ക് ജീവിക്കുവാനുള്ള അവകാശത്തെയാണ് തകർത്ത് കളഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ മുഖ്യ ശത്രു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെയാണെന്ന് നമ്മുടെ അനുഭവം തെളിയിക്കുകയാണ്. മൃഗങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട്. എന്നാൽ അത് വനത്തിലാണ്. ഈ മൃഗങ്ങളെ വനത്തിൽ തന്നെ നിർത്താനും നിയന്ത്രിക്കാനും നിയമ സംവിധാനങ്ങൾ ക്രമീകരിക്കാനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല എന്നത് ഖേദകരമാണെന്നും മാർ റെമീജിയൂസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. അതിനാൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന അതിജീവന യാത്ര വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനീതിപരമായ പ്രവർത്തനങ്ങൾക്ക് എതിരെയുള്ള ജീവനയാത്രയാണെന്നും കർഷകർ കൂട്ടായ്മയോടെ ഇതിനെതിരെ പ്രവർത്തിക്കണമെന്നും മാർ റെമീജിയൂസ് ഇഞ്ചനാനിയിൽ ആവശ്യപ്പെട്ടു. പലപ്പോഴും കൂട്ടായ്മയുടെ അഭാവമാണ് കർഷകരുടെ അവകാശങ്ങളെ ഉദ്യോഗസ്ഥവർഗം ധ്വംസിക്കാൻ കാരണമാകുന്നതെന്നും മാർ ഇഞ്ചനാനിയിൽ ചൂണ്ടിക്കാട്ടി. ഒപ്പം ഔദാര്യമല്ല, അവകാശമാണ് കർഷകർ ചോദിക്കുന്നതെന്നും മാർ ഇഞ്ചനാനിയിൽ തുറന്നടിച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന കിട്ടേണ്ട അവകാശം അത് ഔദാര്യമൊന്നുമല്ല, നമ്മുടെ അവകാശമാണ്. പക്ഷെ പലപ്പോഴും സർക്കാർ സ്ഥാപനങ്ങൾ നോക്കുകുത്തികളായി മാറുകയാണ്. അപ്പോൾ സർക്കാരിന്റെ എത്രയോ ഖേദകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെയുള്ളത്. കർഷകരെ രക്ഷിക്കുവാൻ അവർക്ക് രക്ഷ നൽകുന്നതിന് സർക്കാർ പരിശ്രമിക്കുന്നില്ല. നമുക്ക് എപ്പോഴും ഓർക്കേണ്ടത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും സർക്കാരിന്റെയും കർഷകർക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ വിജയിക്കുവാൻ സാധിക്കുമെന്ന് ഈ അതിജീവന യാത്ര നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാനും പോരാടുവാനുമുള്ള ഒരു യാത്രയാണ്, അതിജീവന യാത്രയാണ് ഈ അവസരത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളത്. നമുക്ക് ഒരു കൂട്ടായ്മയോടുകൂടെ അടുത്ത തെരഞ്ഞെടുപ്പ് വരും, പാർലമെന്റ് ഇലക്ഷൻ വരും, പഞ്ചായത്ത് ഇലക്ഷൻ വരും, നിയമസഭാ ഇലക്ഷൻ വരും. കർഷകരെ സഹായിക്കാത്ത ഒരുത്തർക്കും ഞങ്ങൾ വോട്ട് ചെയ്യുകയില്ല എന്ന് കൃത്യതയോടുകൂടി പറയുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിച്ചാൽ നമ്മുടെ നേതൃത്വം നൽകുന്ന ഈ സർക്കാർ നമ്മുടെ മുമ്പിൽ, കർഷകന്റെ മുമ്പിൽ മുട്ടുകുത്തും. കർഷകരുടെ മുമ്പിൽ മുട്ടുകുത്തിച്ച് ചരിത്രം നമുക്കുണ്ട്. നമുക്ക് ജീവിക്കുവാനുള്ള നമ്മുടെ ഈ തത്രപ്പാടിൽ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കാൻ ഞങ്ങൾ നിയന്ത്രിക്കുകയാണ്, സ്വയം നിയന്ത്രിക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശത്തെ ഇല്ലാതാക്കിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുവേണ്ടി ജീവൻ നൽകി പോരാടുക തന്നെ ചെയ്യും. അത് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാന്, നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കുവാന് സാധിക്കണം. അതിന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. തുടർന്ന് ഉച്ചയ്ക്ക് 12-ന് തോട്ടുമുക്കത്ത് സെബാസ്റ്റ്യൻ വടക്കേത്തടത്തിൽ നഗറിൽ എത്തിച്ചേർന്ന ജാഥയിൽ ആന ചവിട്ടിക്കൊന്ന സെബാസ്റ്റ്യന്റെ സഹോദരി ബീന തങ്ങളുടെ ദുരവസ്ഥകൾ വേദിയിൽ പങ്കുവച്ചു. ശേഷം മലപ്പുറം ജില്ലയിൽ പ്രവേശിച്ച ജാഥയ്ക്ക് സ്വീകരണം നൽകി. ക്രൈസ്തവ സമുദായവും പൊതുസമൂഹവും നേരിടുന്ന വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരംഭിച്ച യാത്ര തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചോടെയാണ് സമാപിക്കുക. മികച്ച പ്രതികരണമാണ് യാത്രയിലുടനീളം പൊതുസമൂഹത്തിൽ നിന്നും ലഭിക്കുന്നതെന്ന് ഡോക്ടർ ചാക്കോ കാളാംപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പിലാക്കുക, വന്യമൃഗശല്യത്തിന് ഉടൻ പരിഹാരം കാണുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ഉറപ്പുവരുത്തുക, ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ നടക്കുന്ന ക്രൈസ്തവ വിവേചനം അവസാനിപ്പിക്കുക,
ഞായറാഴ്ച പ്രവൃത്തിദിനമാക്കുന്ന വിധത്തിലുള്ള ഉത്തരവുകൾ പിൻവലിക്കുക, ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കുക, നിലവിലെ EWS മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക തുടങ്ങി 10ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരളത്തിലുടനീളം യാത്ര നടത്തുന്നതെന്ന് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ഷെക്കിന ന്യൂസ്, കോഴിക്കോട്.